KSRTC ഡ്രൈവറുമായുള്ള തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള 5 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ്. പണി വരുന്നുണ്ടവറാച്ച. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഡ്രൈവർ യദുവിന്റെ ഹർജിയിലെ കോടതി നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ നടപടി. ഡ്രൈവറുമായുള്ള തർക്കത്തിൽ 2ാമത്തെ കേസാണിത്. തീരുമ്പ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത. എന്റെ പണി വേളിയിരിക്കുന്ന ശരിക്കും കയ്യിൽ നിന്ന് അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, നേരത്തെ ദുർബലമായ വകുപ്പുകളായിരുന്നു, ഇപ്പോൾ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസെടുക്കാനുള്ള നിർദ്ദേശമാണ് വന്നിരിക്കുന്നത്. എന്തായിരിക്കും ഫലം? വിവരങ്ങൾ. കണ്ണിലിരുട്ട് കയറുന്നത് പോലെ തോന്നുന്നു. നീ കഴുകനെ പോലെ ഉയർന്നു പറഞ്ഞാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയാലും ഞാൻ നിന്നെ താഴെ ഇറക്കും. ഉപാധിയുടെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം എന്നുള്ളത്. അതിൽ FIRന്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഗുരുതരമായ കാര്യം എന്ന് പറയുന്നത്, ബസ്സിലെ CCTV ക്യാമറയുടെ മെമ്മറി കാർഡ് അത് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചിരിക്കുന്നു എന്ന് FIRൽ പരാമർശമുണ്ട്. ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട്. സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്തു വരും. അതുപോലെ തന്നെയാണ് സത്യവും. അപ്പത്താ തട്ടിപ്പാണല്ലേ? അനന്തകൃഷ്ണ വിവരങ്ങളുമായി ചേർന്നുണ്ട്. അനന്തൻ, ഒരുപക്ഷെ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. അത് നഷ്ടപ്പെട്ടു എന്ന് പോലീസ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞപ്പോൾ മുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ്. അത് മേയറും MLAയും ഉൾപ്പെടെയുള്ള പ്രതികൾ ചേർന്ന് നശിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അത്രത്തോളം ഗുരുതരമായ ഒരു കാര്യമാണ്. ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണം. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. അപ്പോ ഞാനങ്ങോട്ട്